പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മോണിക്ക പ്രാർത്ഥനയില്, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മാതൃകയിലും പ്രാർത്ഥനയുടെ ഉത്തമമായ ജീവിതത്തിലും ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയിലൂടെ മാനസാന്തരപ്പെട്ട അഗസ്തീനോസ് പുണ്യവാളന്റെ പ്രത്യേകമായ മധ്യസ്ഥതയിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അനേക മക്കള് മാനസാന്തരത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, കുടുംബത്തിലേക്ക്, പഠനത്തിലേക്ക്, ജോലിയിലേക്ക്, ജീവിതാന്തസ്സിലേക്കൊക്കെ കടന്നു വരുവാനും തിരിച്ചു വരുവാനും ഇടയാക്കിയ ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവിന്റെ വലിയ സാന്നിധ്യത്തില്, ഈ ഒക്ടോബർ മാസത്തിന്റെ വലിയ ചൈതന്യത്തില് ആയിരുന്നു കൊണ്ട് ഞങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിക്കുവാനും സമർപ്പിക്കുവാനും കൃപ നൽകിയ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും ഈ സമയം അങ്ങയുടെ കരങ്ങൾക്ക് പരമേൽപ്പിക്കുന്നു. അമ്മ മാതാവിന്റെ സാന്നിധ്യത്തില്, സ്വർഗത്തിന്റെ സജീവ സാന്നിധ്യത്തില് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മോണിക്ക പ്രാർത്ഥനയുടെ 33ാമത്തെ ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മോണിക്ക പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം കർത്താവ് നമുക്ക് അനുഭവവേദ്യമാക്കി തന്നു. ഈ ദിവസങ്ങളൊക്കെ അനേക മാതാപിതാക്കള്, അനേക മക്കള് സാക്ഷ്യപ്പെടുത്തി അവരുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ശക്തമായ ഇടപെടല് വരുത്തിയ മാറ്റങ്ങള്, വ്യത്യാസങ്ങള്, അതിശക്തമായ സാക്ഷ്യങ്ങൾ ഏറെ അനേകം മാതാപിതാക്കള് പങ്കുവെക്കാൻ ഇടയായി. പ്രിയപ്പെട്ട മക്കളെ, അതോടൊപ്പം തന്നെ അനേകം മക്കളുടെ ജീവിതത്തില് ഒരു കാര്യം ഓർത്തോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തന്നിരിക്കും, ഒരു സംശയമില്ല. നമ്മുടെ നിലവിളി, നമ്മുടെ ഈ മോണിക്ക പ്രാർത്ഥനയില് ഏതെല്ലാം മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് ഉയർത്തിയ പ്രാർത്ഥനകളുണ്ടല്ലോ, അതൊന്നും വൃഥാ പോകില്ല മക്കളെ. അത് ഇടപെട്ടിരിക്കും, അത് ദൈവം ഇടപെട്ടിരിക്കും, സ്വർഗം ഇടപെട്ടിരിക്കും. വിതയ്ക്കപ്പെട്ട വചനം ഈശോ പറഞ്ഞില്ലേ, യെശയ്യാ പ്രവാചന പുസ്തകം 55-ാം അധ്യായത്തില് 10-ാം വചനം പറഞ്ഞല്ലോ, എന്റെ വചനം വിത്താണ്, അത് ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ വചനം നമ്മുടെ മക്കളിലും കുടുംബത്തിലും സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മള് പ്രത്യേകമായ വിധത്തില് നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. കാരണം നമ്മുടെ മക്കൾക്ക് വലിയ സംരക്ഷണം വേണം. ഒത്തിരി മേഖലകള് ഈ 32 ദിവസങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ മക്കൾ നേരിടുന്ന പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, പൈശാചികതകള്, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരിയേറെ ആക്രമണങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട വശീകരണ യന്ത്രങ്ങള്, ആഭിചാര്യങ്ങള്, ഒത്തിരി തിന്മയുടെ പ്രവൃത്തികള്, ഒത്തിരി കാര്യങ്ങള്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ആദ്യത്തെ പടി ഈശോയോട് ചേർന്ന് ജീവിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടത് വലിയ സംരക്ഷണം. ബുദ്ധിക്ക്, മനസ്സിന്, ചിന്തകൾക്ക്, വികാരങ്ങൾക്ക്, ശരീരത്തിന്, ജീവിതത്തിന്, പഠനത്തിന്, ജോലിക്ക്, എല്ലാത്തിനും നമ്മുടെ മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വലിയ സംരക്ഷണം വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മനസ്സിലേക്ക് വന്ന വലിയൊരു മാതൃകയും വ്യക്തിത്വമാണ് ജോബ്. ജോബ് തന്റെ ഭവനത്തിനും മക്കൾക്കും സമ്പത്തിനും വസ്തുവകകൾക്കും ചുറ്റും കർത്താവിന്റെ സംരക്ഷണത്തിന്റെ വേലിക്കെട്ട് ഉറപ്പുവരുത്തി. എങ്ങനെ ജോബ് നീതിമാനായി ജീവിച്ചു? ജോബിന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം പറയാം,
പിശാചിനോട് ദൈവം പറയാണ് ജോബിനെ കുറിച്ച്, കേട്ടോ, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ, അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നും അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും നീ കണ്ടോ? ആ അപ്പൻ അതുപോലെ നീതിനിഷ്ഠനായി ദൈവത്തെ ഭയന്ന് വിശുദ്ധിയോടെ നന്മയില് ജീവിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ്, ദൈവമായ കർത്താവ് ജോബിനെ അനുഗ്രഹിച്ചു. സാത്താൻ പറയുന്നുണ്ട് 1:10 സാത്താൻ തന്നെ പറയാ, അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലിക്കെട്ടി, അവനും അവന്റെ ഭവനത്തിനും അവന്റെ സമ്പത്തിനും ചുറ്റും വേലിക്കെട്ടി ദൈവം സംരക്ഷണം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ ഒരു സംരക്ഷണം ഭവനത്തിലുള്ളവർക്കും സമ്പത്തിനും അവനും കിട്ടിയതുപോലെ നമുക്കും ലഭിക്കണം. അതിനുവേണ്ടി ഈ ജോബ് മക്കളുടെ കാര്യത്തിൽ ചെയ്തൊരു കാര്യമുണ്ട്. ഈ മക്കള് ഇടയ്ക്കൊക്കെ വിരുന്നാഘോഷിക്കും. ഈ വിരുന്നാഘോഷിച്ച് കഴിയുമ്പോ ജോബ് പിറ്റേ ദിവസം ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം കേട്ടോ. അവർ വിരുന്നാഘോഷിച്ചു. പെങ്ങന്മാരെയും സഹോദരങ്ങൾക്ക് ഒരുമിച്ച് കൂടി വിരുന്നാഘോഷിച്ചു. അത് കഴിഞ്ഞപ്പോ ജോബ് ചെയ്ത കാര്യം കേട്ടോ. 5-ാമത്തെ വചനം, സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന് അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച്, കണ്ടോ, ഒരപ്പൻ ചെയ്ത പണിയുണ്ടോ? തന്റെ മക്കള് പാപം ചെയ്ത് ദൈവത്തിന് അപ്രീതികരമായിട്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് ഭയന്ന്. ഈ മക്കളൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഉണ്ടായാലും അതിനെ ചൊല്ലി ഭയന്ന് ഈ ജോബ് എന്താ ചെയ്തേ? അവൻ എന്ത് ചെയ്തു? ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹന ബലി അർപ്പിക്കുകയും ചെയ്തു. കണ്ടോ, ആ മക്കളെ വിളിച്ചു വരുത്തി അവരെ വിശുദ്ധീകരിച്ചു. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് തലേ കൈവച്ച് അവരെ വിശുദ്ധീകരിച്ചു. അനുസരിച്ച് എന്ത് ചെയ്ത്? അതിരാവിലെ എഴുന്നേറ്റ് അവൻ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദഹന ബലി അർപ്പിച്ചു. ഈ ദിവസങ്ങളൊക്കെ കടങ്ങളുടെ പൊറുതിക്കായിട്ട് കർത്താവ് അർപ്പിച്ച രക്ഷാകര ബലിയുടെ അനന്തയോഗ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ബലിയുടെ ശക്തി, കടങ്ങളുടെ പൊറുതി. നമ്മുടെ മക്കൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാത്തതിന് കടങ്ങളുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന് കടങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടി അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി പരിഹാര ബലി, ദഹന ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയില് മക്കളുടെ പാപകടങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സംരക്ഷണം ഉറപ്പിക്കണം. അതുകൊണ്ട് തന്നെ സക്രിയ 2:4-5 നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കണ്ടു കേട്ടു. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കള് അവിടെ ഇവിടെ പഠിക്കാനും ജോലിക്കും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഒക്കെ പോകുമ്പോ, കളിക്കാനും ഓരോന്നിനും വേണ്ടി പോകുമ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. സക്രിയ 2:4-5, കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടണമേ, അവരുടെ മധ്യം അങ്ങ് അവരുടെ മഹത്വമായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, സംരക്ഷണം ഏർപ്പെടുത്തുക. ഇതുപോലെ വലിയൊരു ശക്തമായ കർത്താവിന്റെ സംരക്ഷണം നമ്മുടെ മക്കൾക്ക് ചുറ്റും നമ്മൾ ഏർപ്പെടുത്തണം. അതോടൊപ്പം തന്നെ മാലാഖമാരുടെ സംരക്ഷണം, വിശുദ്ധരുടെ മാധ്യസ്ഥം, സ്വർഗത്തിലെ സഹായം, ഇതൊക്കെ നമ്മൾ മാതാപിതാക്കള്, അഭിഷിക്തര്, സമർപ്പിതര് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചോദിച്ച് വാങ്ങിച്ച് കൊടുക്കണം. നമ്മൾ ഇന്ന് അതിനു വേണ്ടിയാണ് ഈ അവസാന ദിവസത്തില് ആരാധനയില് നമ്മുടെ എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിക്കും. കൃപ നിറഞ്ഞ അമ്മയുടെ സംരക്ഷണത്തിനും നമ്മുടെ മക്കളെ പിടിച്ചേൽപ്പിക്കണം. അമ്മ മാതാവേ, ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണം. അതുപോലെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. വിശുദ്ധ ഫൗസ്റ്റീന ഈ ദിവ്യകാനുസരണത്തില് വന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ.
ഇന്ന് നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോ നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് എടുത്തു വച്ചു കൊടുത്തിട്ട് നമുക്ക് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരു കോട്ട, നമുക്കറിയാം ഏറ്റവും സുരക്ഷിതമായ സംരക്ഷണത്തിന്റെ ഇടമാണ് യേശുവിന്റെ തിരുഹൃദയമാകുന്ന കോട്ട. ആ കോട്ടയ്ക്കുള്ളില് ഈശോയെ ഞങ്ങളുടെ മക്കളെ കാത്തു സംരക്ഷിക്കണം, പ്രതിഷ്ഠിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മള് ശരിക്കും ഉറപ്പിക്കണം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. ഒപ്പം മാതാവിന്റെ വിമല ഹൃദയത്തിന് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമ്മെ പരമേൽപ്പിച്ചത് പരിശുദ്ധ അമ്മയ്ക്കാണ്. അമ്മയുടെ വിമല ഹൃദയത്തിന് അതുപോലെ നമ്മൾ പ്രതിഷ്ഠിക്കണം, അമ്മയെ ചേർത്ത് പിടിക്കണം. യോഹന്നാൻ അമ്മയെ സ്വീകരിച്ച പോലെ നമ്മളും മാതാവിനെ സ്വീകരിച്ച് കുടുംബത്തിലെ ഒരു സാന്നിധ്യമാക്കി അമ്മയെ ചേർത്ത് പിടിക്കണം. ഓരോ കാര്യങ്ങളിലും അമ്മയുടെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നാളെ മുതല് മക്കൾക്കായി മാതൃസന്നിധിയില് പ്രാർത്ഥിക്കുന്ന ശക്തമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനടിസ്ഥാനം അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളുടെ കൂടെ ഓരോ മേഖലയിലും, പഠനത്തില്, ജീവിതത്തില്, സ്വഭാവത്തില്, കൂട്ടുകെട്ടില്, യാത്രയില്, ജോലിയില്, എല്ലാത്തിലും അമ്മയുടെ സാന്നിധ്യം, കൃപ നിറഞ്ഞവരുടെ സാന്നിധ്യം കാര്യകാരണ സഹിതം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അമ്മയുടെ സന്നിധിയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ആരാധനയില് ഈ അവസാനത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും ഒപ്പം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഈ കൂട്ടായ്മയെയും ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിക്കാം. ഈശോയുടെ സംരക്ഷണത്തിന്റെ ശക്തി ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിന്ന് സംരക്ഷണം നൽകും. ഒരു മർദ്ദകനും അവയെ തൊടില്ല. എന്റെ കണ്ണ് അവയുടെ മേലുണ്ട്. നമുക്ക് ഈശോയോട് നിന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കണ്ണ് ഞങ്ങളുടെ മക്കളുടെ മേൽ വേണം. അങ്ങയുടെ കണ്ണ് ഞങ്ങളുടെ മേൽ വേണം. അങ്ങയുടെ കണ്ണ് ഞങ്ങളുടെ വീടിന്റെ മേൽ വേണം. അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കണം. ഒരു മർദ്ദകനും ഞങ്ങളെ തൊടാൻ പറ്റാത്ത വിധം. ലോക പാപ പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണത്തില്ല. അങ്ങയുടെ ചിറകിന്റെ മറവിലാണ് ഞാൻ. കർത്താവേ, ആ ഒരു ആഴമായ അടിസ്ഥാനത്തില്, വിശ്വാസത്തില് ജീവിതത്തെ ഉറപ്പിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ചെന്ന് ഈ 33-ാം ദിവസം കർത്താവിന്റെ തിരുസന്നിധിയില് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം, മാതാവിനെ പ്രതിഷ്ഠിക്കാം. അമ്മയോടൊപ്പം നാളെ മുതൽ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും, എല്ലാ പ്രാർത്ഥനകളും അമ്മ സാന്നിധ്യത്തിൽ സമർപ്പിക്കാം. അമ്മ ഇടപെടും. അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയും. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, അനേക മക്കളെ സാക്ഷ്യപ്പെടുത്തി കേട്ടോ. ഞാൻ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളൊന്നും അധികം പറയാത്ത ഒരാളാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഈ ദിവസങ്ങൾ അനേകം പേര്, ഒത്തിരി വഴിതെറ്റി പോയ മക്കള്, പ്രേമക്കുരുക്കിൽപ്പെട്ടു പോയ മക്കള്, മിശ്ര വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന മക്കള്, പഠനത്തിൽ മുടങ്ങിപ്പോയ മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, രോഗത്തിൽ പെട്ടുപോയ മക്കള്, തടസ്സപ്പെട്ട ചില വിദ്യാഭ്യാസ മേഖലകള്, ഒത്തിരി ദൈവം ഇടപെട്ട അനുഭവങ്ങള് ഏറെ ഏറെ കാണാനും കേൾക്കാനും പങ്കുവെക്കാനും ഇടയായി. ഞാൻ പറയും, അതങ്ങോട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി ദൈവത്തിന്റെ ഇടപെടലുകള്, കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികൾ കാണാൻ ഇടയാകട്ടെ. ഇതിനിടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അച്ഛൻ പറയും. ഓരോരുത്തർ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ അത് നമുക്ക് പങ്കുവെക്കാം, നന്ദി പറയാം. കൂടുതൽ ശക്തിയോടെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മക്കളെല്ലാം നമുക്ക് ഈശോയ്ക്ക് പ്രത്യേകമാവിധം പ്രതിഷ്ഠിക്കാം. പ്രിയപ്പെട്ടവർ, നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ, നമ്മുടെ ദിവികാരുടെ യാത്രയും ജപമാല പ്രദക്ഷിണത്തിനു വേണ്ടിയുള്ള വാഹനത്തിന്റെ കാര്യം കുറെ പേരൊക്കെ അച്ഛനോട് പറഞ്ഞു വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് പൂർത്തീകരിക്കണം. കർത്താവിന്റെ വലിയ ശക്തി, കർത്താവിന്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ എല്ലായിടത്തും നിറച്ചെടുക്കണം. വേറെ ഒരു വഴിയില്ല. അതിനുവേണ്ടി നമ്മൾ യേശുവിനെ വില കൊടുത്ത്, യേശുവെ ഏറ്റുപറഞ്ഞ്, മാതാവിനെ വിളിച്ചിറക്കി, അമ്മയുടെ സാന്നിധ്യം ഉറപ്പിച്ച് നമ്മുടെ നാടിനെയും ദേശത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മൾ ശക്തിപ്പെടുത്തണം. എല്ലായിടത്തും തിന്മയേറി, ഞാൻ അതിനെ കുറിച്ച് ഇനി പറയും, തിന്മയേറി സകലമാന മേഖലകളിലും ഈ തിന്മയുടെ ശക്തി പ്രബലമാകുമ്പോൾ
നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി നമ്മൾ വിളിച്ചിറക്കണം. അതിനുള്ള ഏറ്റവും വലിയ സഹായമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ. അമ്മയുടെ സാന്നിധ്യം വിളിച്ചിറക്കണം. ജപമാലയുടെ ശക്തി ആ ടോക്കൊക്കെ നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ കേൾക്കണം കേട്ടോ. അമ്മയുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാന ശക്തി എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ അതിനുവേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. വലിയ ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് ഒരുക്കി തരുമ്പോൾ അതിന്റെ മഹത്വം മനസ്സിലാക്കി സ്വീകരിക്കാനും അതിൽ ഒന്നുചേരാനൊക്കെ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ നമ്മെ സാന്നിധ്യത്തിൽ അനുഗ്രഹിച്ച് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ അങ്ങേ തിരുസന്നിധിയിൽ ഈ സമയം ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ 33 ദിവസങ്ങൾ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് അമ്മയുടെ മാതൃകയനുസരിച്ച് മകനു വേണ്ടി പ്രാർത്ഥിച്ച കണ്ണുനീരിന്റെയും വേദനയുടെയും ഒത്തിരിയേറെ വിലാപത്തിന്റെ പ്രാർത്ഥനകളുടെ അടിസ്ഥാനത്തില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകളും മക്കളുടെ അവസ്ഥകളും പൈശാചികതകളും അടിമത്തങ്ങളും ബന്ധനങ്ങളും ഒക്കെ തിരിച്ചറിയാനും മക്കൾക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിച്ച് അങ്ങയുടെ ശക്തി പ്രകടമാക്കുവാനും തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുവാനും വേണ്ടി വലിയ കൂട്ടായ്മയില് അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുന്നു. വലിയ കൂട്ടായ്മയില് അങ്ങ് ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് ഇനിയും ഈ കൂട്ടായ്മയില് അങ്ങ് ചൊരിയാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം കർത്താവേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ കർത്താവേ, അങ്ങയുടെ സ്നേഹമാണ് ഞങ്ങളുടെ മക്കളോടുള്ള അങ്ങയുടെ കരുതലും അങ്ങയുടെ വലിയ കാരുണ്യവുമാണ് ഇതുപോലൊരു മോണിക്ക പ്രാർത്ഥനയില് ലോകത്തിന് നാനാഭാഗത്തുള്ള ഞങ്ങളെ ഒരുമയോടെ ഒരു ഹൃദയത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂട്ടിച്ചേർത്തത്. അനേകം മക്കളുടെ കണ്ണുനീര്, വേദനകള്, നൊമ്പരങ്ങള്, നെടുവീർപ്പുകള് തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ഈശോയെ, അനേകം മക്കൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അങ്ങ് നൽകിയ വിടുതലിനെ ഓർത്ത്, മാനസാന്തരത്തെ ഓർത്ത്, അഭിഷേകത്തെ ഓർത്ത്, സൗഖ്യത്തെ ഓർത്ത്, വിടുതലിനെ ഓർത്ത്, പൈശാചിക ശക്തികളെ നിർവീര്യമാക്കിക്കൊണ്ട് അനേകം മക്കളെ അങ്ങയോട് ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ മക്കളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോ ഞങ്ങളുടെ മക്കളെ അങ്ങ് ചേർത്ത് പിടിച്ചു കഴിഞ്ഞു എന്ന സത്യം ഞങ്ങൾ അറിയുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതൊന്നും നശിച്ചു പോകത്തില്ല. വിശുദ്ധ മോണിക്ക പുണ്യമതിയോട് ആ ബിഷപ്പ് പറഞ്ഞില്ലേ, കണ്ണുനീരിന്റെ ഈ മകൻ നശിക്കുക അസാധ്യമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കണ്ണുനീരോടെ, ഹൃദയഭാരത്തോടെ, വലിയ സങ്കടത്തോടെ
നമ്മുടെ മക്കളുടെ ഓരോ അവസ്ഥയിലും ആ മക്കളെ ദിവ്യകാല സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ആ കണ്ണുനീരും ഈ പ്രാർത്ഥനയും ഈ നെടുവീർപ്പും ഈ സമർപ്പണവും വൃഥാവിലായി പോകത്തില്ല. അവന് വിശ്വാസത്തോടെ സ്വയെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കളെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് പിടിച്ച് അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. സ്വയെ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ രക്ഷിക്കുവാൻ ഈ ലോകത്തിനോ സമ്പത്തിനോ ജോലിക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ ആർക്കും പറ്റില്ല. അങ്ങേക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സ്നേഹം നൽകാൻ, സംരക്ഷണം നൽകാൻ, ആശ്വാസം നൽകാൻ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സൗഹൃദം നൽകാൻ അങ്ങേക്കേ പറ്റും. അങ്ങ് കൂടെ വേണം. അതിനായി കർത്താവേ, മാതാപിതാക്കളായി ഞങ്ങൾ കർത്താവേ ഈ ദിവസങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ആ വലിയ ഐക്യത്തിലും കൂട്ടായ്മയിലും അധികാരത്തോടും അഭിഷേകത്തോടും വലിയ വിശ്വാസത്തോടും കൂടെ ഞങ്ങൾ ഓരോ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെല്ലാവരെയും ഒരേ ഹൃദയത്തോടെ കരങ്ങളിൽ എടുത്തുയർത്തി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാം. ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം നൽകണം. നിലയില്ലാത്ത കടല് പോലുള്ള അങ്ങയുടെ കരുണക്കടലാകുന്ന തിരുഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും കോട്ടകെട്ടി കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ സംരക്ഷണത്തിൽ ഉറപ്പിക്കണമേ. അതിനായി കർത്താവേ, ഞങ്ങളുടെ ഓരോ മക്കളെയും, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് ഇന്നേ ദിനം പ്രത്യേകം പ്രതിഷ്ഠിക്കാം. ഈശോയുടെ പറ പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം നൽകണം. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ആത്മാർത്ഥമായിട്ട് ദൈവം തന്ന മക്കളാ നിനക്ക്. ആ മകനെ, ആ മകളെ, ആ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വലിയ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ശരണത്തോടെ പ്രതിഷ്ഠിക്കും. ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മകനും ഒരു മകളും നശിച്ചു പോകത്തില്ല. ആ മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങളും കണ്ണുനീരും വേദനയും സങ്കടവും എല്ലാ ഉത്കണ്ഠയും എല്ലാ നിരാശയും എല്ലാ പരാതികളും കർത്താവിന്റെ കുരിശോട് ചേർത്ത് സമർപ്പിക്കാം. ആ മക്കളെ അറിയാതെയോ അറിഞ്ഞോ ശപിച്ചോ പ്രാഗിയോ പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ മാപ്പ്, ഇതെല്ലാം അങ്ങയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. അതിന്റെ കടങ്ങളും അതിന്റെ ശാപങ്ങളും ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ. ഞങ്ങളുടെ മക്കളുടെ മേലുള്ള കടങ്ങള്, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പോയതിന്റെ കടങ്ങളുണ്ട് ഞങ്ങളുടെ മക്കളില്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെ കടങ്ങളുണ്ട്. ഈശോയെ, കടങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് വീട്ടണമേ. അവേ, ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ പറഞ്ഞ ഓരോ വാക്കിന്റെയും ശാപങ്ങളും കടങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഈ സമയം ഞങ്ങളെല്ലാ മക്കളെയും അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, അങ്ങയുടെ കരുണയുടെ ആഴത്തിന്റെ ശക്തിയാൽ എല്ലാം ക്ഷമിച്ച് കടങ്ങൾ പുറത്ത് മുറിവുണക്കി സൗഖ്യം നൽകി ഞങ്ങളുടെ മക്കളെ ഏറ്റവും സുരക്ഷിതമായ അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരു ഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ മക്കൾക്കേകണമേ. ദിവ്യാനീശോയെ, ഞങ്ങളെല്ലാ മക്കളെയും അവരുടെ പഠനം, ജോലി മേഖല, അവരുടെ ഉദ്യമങ്ങള്, അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങള്, എല്ലാ പ്രതിസന്ധികള്, അവരെ നയിക്കുന്ന ഏതെങ്കിലും പൈശാചിക ശക്തികള് എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് നൽകുന്ന വലിയ വിടുതല്, സ്വാതന്ത്ര്യം, സ്നേഹം, ശക്തി, അഭിഷേകം ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഭവിക്കുവാൻ ഇടയാകട്ടെ.
ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക് ദിവികാരനാഥ അങ്ങേ തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കളെ വരമേൽപ്പിക്കുന്നു. അമ്മയുടെ വലിയ മാതൃ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി ഈശോയെ, ഞങ്ങളുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിന് അങ്ങേത്തിന് മുമ്പിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. കുരിശിൻ ചുവട്ടില് ഈശോയെ, അങ്ങ് മാതാവിനെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ മാതൃത്വം അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തല്ലോ. ഇതാ ഞങ്ങൾ ഈ കുരിശിൻ ചുവട്ടില് ദിവികാന സന്നിധിയില് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കൾ അമ്മയുടെ സംരക്ഷണത്തില് വളരട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. വിശുദ്ധ മിഖായേൽ മാലാഖ ഞങ്ങളുടെ മക്കളുടെ മുകളിലും, പരിശുദ്ധ അമ്മ ഇടത്തുവശത്തും, യോസേപ്പ് പിതാവ് വലത്തുവശത്തും, മാലാഖമാർ പാളയമടിച്ച് ചുറ്റിലും, വിശുദ്ധരും രക്തസാക്ഷികളും ഞങ്ങളുടെ മക്കളുടെ കൂടെയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങനെ സ്വർഗത്തിന്റെ സാന്നിധ്യവും സ്വർഗത്തിന്റെ സംരക്ഷണവും സ്വർഗത്തിന്റെ ശക്തിയും സ്വർഗത്തിന്റെ സഹായവും അതിസ്വാഭാവികമായ കൃപകളും അങ്ങ് പറഞ്ഞില്ലേ യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണെന്ന്. ആ ജീവന്റെ സമൃദ്ധിയും ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, വിശുദ്ധി പ്രാപിച്ച് അങ്ങയുടെ സ്വന്തമായിട്ട് മാറി ഒരു തിന്മയ്ക്കും കീഴടക്കാൻ പറ്റാത്ത വിധം ശക്തരും കരുത്തുള്ളവരും ധീരമതികളും പോരാളികളും ആയി തീരട്ടെ. തിന്മയ്ക്കെതിരെ പോരാടാൻ, ലോകത്തിനെതിരെ പോരാടാൻ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ, സ്വർഗത്തിന്റെ പൗരത്വത്തിൽ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുവാൻ, സ്വയേ അങ്ങയുടെ കരുണയിൽ, ദിവ്യ കാരുണ്യത്തിൽ വളരുവാൻ ഞങ്ങളുടെ മക്കൾക്കെല്ലാം ഇടയാകട്ടെ. അതിനെല്ലാം വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ ദാഹത്തോടെ എല്ലാ മക്കളെയും ഈശോയെ സ്വർഗത്തിന് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. സ്വർഗീയർക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വലിയ സ്വർഗത്തിന്റെ ശക്തിയും സംരക്ഷണവും സഹായവും ഞങ്ങളുടെ മക്കളോട് കൂടെ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മക്കൾ വസിക്കുന്ന വീടിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാരമ്പര്യത്തെ സമർപ്പിക്കുന്നു. ജോലി മേഖലകളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. വലിയൊരു സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയപ്പെടുമാറാകട്ടെ. ഈശോയെ, ശക്തമായ സ്വർഗത്തിന്റെ ഇടപെടലിനു വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാബിലോണിലെ സിംഹക്കുഴിയില് അങ്ങ് ഹബക്കുക്കിനെ കൊണ്ടുവന്ന് ദാനിയേലിന് ഭക്ഷണം നൽകിയില്ലേ, അതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ അവസ്ഥകളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും അങ്ങ് അതിശക്തമായി ഇടപെടണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാ എന്റെ കർത്താവേ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യാന സന്നദ്ധിയില് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ, നമ്മളാരും ഈശോയെ വിട്ടു പോകാൻ പാടില്ല. ഈശോ നമ്മുടെ കൂടെ വേണം. തൈത്തണ്ടിനോട് ശാഖയെന്ന പോലെ നമ്മുടെ മക്കൾ ഈശോയിൽ നിൽക്കട്ടെ, ഈശോയിൽ വളരട്ടെ. ഈശോ പറഞ്ഞ പോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്ന വാഗ്ദാനം നമ്മുടെ മക്കളിൽ സംഭവിക്കണം. അതിന് ഒറ്റ വഴിയുള്ളൂ, ഈശോയിൽ വളരണം. അനേക മക്കൾ ഇന്ന് എന്തുകൊണ്ട് നശിച്ചു പോയ മക്കൾ നമ്മൾ കണ്ടു. ഈശോയെ വിട്ട്, ദേവാലയം വിട്ട്, കുദാശ വിട്ട്, വചനം വിട്ട്, പ്രാർത്ഥന വിട്ട്, ജപമാല വിട്ട് എല്ലാം പടിയിറങ്ങിപ്പോയി. സ്വർഗത്തിന്റെ സഹായത്തിലും സംരക്ഷണത്തിൽ ജീവിക്കേണ്ട മക്കൾ ആ സഹായത്തെ വിലമതിക്കാതെ, ആ സംരക്ഷണത്തെ വിലമതിക്കാതെ ലോകത്തിലേക്ക് പോയി, കൂട്ടുകെട്ടിലേക്ക് പോയി, ജഡികതയിലേക്ക് പോയി, നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥകൾ അതൊക്കെ മാറിപ്പോകണം.
ഇതിനെല്ലാം വേണ്ടി പരിദാഹത്തോടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരു വലിയ അഭിഷേകം, ഒരു തിരിച്ചുവരവ്, അങ്ങനെയുള്ള ജീവിതം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, 33 ദിവസങ്ങള് ഈശോ നമ്മെ അതിശക്തമായിട്ട് നയിച്ചതിനോർത്ത് ഒരു നിമിഷം നിങ്ങൾ നന്ദി പറയും. അച്ഛന് വേണ്ടി നന്ദിയോടെ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ച്. കർത്താവ് ഒരു തടസ്സവും കൂടാതെ ഒത്തിരി ധ്യാനങ്ങളും ശുശ്രൂഷകളും ഉണ്ടായിരുന്നിട്ടും ഈ മോണിക്ക പ്രാർത്ഥന ഒരു തടസ്സവും കൂടാതെ 33 ദിവസത്തിലേക്ക് കർത്താവ് ആനയിച്ചു. നമുക്ക് നന്ദി പറയാം. കാർമൽ ധ്യാന കേന്ദ്രത്തെ ഓർത്ത്, അച്ഛനെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ദൈവത്തിനൊരു തിരഞ്ഞെടുപ്പും ഒരു വിളിയും ഇതിവിടെ അവസാനിക്കാൻ കേട്ടോ മക്കളെ. നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ഈ മോണിക്ക പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, കൂടണം. ഓരോ മേഖലകൾ തിരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, മറക്കരുത്. ഇത് അനേക മക്കളിലേക്ക്, മക്കളെ ഓർത്ത് വേദനിക്കുന്ന അനേകം മാതാപിതാക്കളിലേക്ക് വീണ്ടും 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 നമ്മുടെ ഈ മോണിക്ക പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഇത് അവസാനിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മൾ നാളെ മുതൽ മക്കൾക്കായി മാതൃസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക ആരംഭിക്കുക. ജപമാലയുടെ ശക്തി സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി മാതൃസ്ഥാനത്തിൽ നിന്നുള്ള അഭിഷേക ശുശ്രൂഷയെ കർത്താവ് ഏറ്റെടുക്കണം. അതിനുവേണ്ട സന്ദേശങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥിക്കും മക്കൾ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി. കർത്താവെ, ആ യുദ്ധം ചെയ്യാനുള്ള കൃപ ഞങ്ങളുടെ കരങ്ങളെ അങ്ങ് അഭ്യസിപ്പിക്കണം. ഞങ്ങൾക്ക് വേണ്ട ആയുധങ്ങൾ തരണം, ഞങ്ങൾക്ക് വേണ്ട ധൈര്യം തരണം, ഞങ്ങൾക്ക് വേണ്ട വിശ്വാസം തരണം, ഞങ്ങൾക്ക് വേണ്ട വെളിപ്പെടുത്തലുകൾ തരണം, ഞങ്ങൾക്ക് വേണ്ട സ്വർഗത്തിന്റെ ഇടപെടൽ അങ്ങ് പ്രകടമാക്കണം. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ അതിശക്തമായിട്ട് അനുഭവിച്ചറിയാൻ ഈശോയെ ഞങ്ങൾക്ക് ഇടയാക്കി തരണമേ. മാതാവിന്റെ ശക്തമായ സാന്നിധ്യം, സംരക്ഷണം, ഇടപെടൽ, ജപമാലയുടെ കരുത്തിന്റെ ശക്തി സ്വന്തമാക്കി എടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കിടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കൂട്ടായ്മയിൽ ഇതിനോടകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ വലിയൊരു കൂട്ടായ്മയുണ്ട്, വലിയൊരു കൂട്ടായ്മ. ഒത്തിരി വേദനിക്കുന്നവരാ നമ്മളൊക്കെ. മക്കളെ ഓർത്തുള്ള നൊമ്പരം പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയോ, അച്ഛൻ കരയാത്ത അല്ലെങ്കിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. കാരണം നിങ്ങളുടെ വിളികള്, പലരുടെ സങ്കടങ്ങള്, വേദനകള് ഇതെല്ലാം കേട്ട് 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 കരയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ അവസ്ഥകൾ, ആ കണ്ണീരൊക്കെ നമ്മളെല്ലാവരും കരഞ്ഞ പ്രാർത്ഥിക്കണം. അത്രമാത്രം അവസ്ഥകളാണ്. എല്ലാ ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രബന്ധന കർത്താവേ, അങ്ങയുടെ ഇടപെടലിന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങള്, അഭിഷേക ശുശ്രൂഷകള്, പുറമെയുള്ള ഇടവക ധ്യാനങ്ങള്, കൺവെൻഷനുകള് എല്ലാം സമർപ്പിച്ച് ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പോസ്റ്റർ നമ്മൾ അവസാനം കാണും, വീഡിയോന്റെ. അതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും നോക്കുക. ധ്യാനങ്ങൾ നേരത്തെ കൂടി ബുക്ക് ചെയ്യുക. ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക. കടങ്ങളുടെ പൊറുതി, പാപത്തിന്റെ മോചനം, പാപപരിഹാരം, ബലി, ഡെലിവറൻസ് പ്രാർത്ഥനകൾ, ബഹിഷ്കരണ പ്രാർത്ഥനകൾ ഇതൊക്കെ നമ്മൾ അതിശക്തമായിട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രം ഈ കാലഘട്ടത്തിൽ ദൈവം ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പൊ ധ്യാനത്തിന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പങ്കെടുക്കാത്തവരൊക്കെ പങ്കെടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. പങ്കെടുപ്പിക്കേണ്ടവരെ പങ്കെടുപ്പിക്കാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് പ്രേരിപ്പിക്കും. അപ്പൊ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മള് പറഞ്ഞു നമ്മുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ജപമാല പ്രദക്ഷിണം, അതിനുവേണ്ടിയുള്ള വാഹനം, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. കുറച്ച് മക്കളൊക്കെ അതിനുവേണ്ടി സഹകരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ. നമുക്കൊരു നിമിഷം ആ ഒരു നിയോഗത്തിനും ആ ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കും. എളുപ്പമല്ല. തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും. സഭയെ രക്ഷിക്കാൻ, കുടുംബങ്ങളെ രക്ഷിക്കുവാൻ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത വലിയൊരു കാര്യമാണ്. സഭാ നൗക മുങ്ങിപ്പോകുമ്പോ അതിനെ തടസ്സപ്പെടുത്താനും അതിനെ രക്ഷിക്കാനും വേണ്ടി പ്രത്യക്ഷപ്പെട്ട 2 സ്തംഭങ്ങളാണ് വിശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ഈ ജപമാല പ്രദക്ഷിണം, ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം സാത്താൻ ഏതു വിധേനയും തടസ്സപ്പെടുത്തും. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു നിമിഷം അച്ഛന് വേണ്ടിയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വാഹനത്തിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കും മക്കളെ.
നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും സ്വർഗത്തിന്റെ സഹായത്തിനും സ്വർഗത്തിന്റെ ഇടപെടലിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ വിവാഹനത്തിനു വേണ്ടി സഹകരിക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളെയും സാമ്പത്തിക മേഖലകളെയും എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അഭിഷേക ശക്തി, കൃപയുടെ സമൃദ്ധി ശുശ്രൂഷയിലൂടെ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനും സ്വർഗത്തിന്റെ ശക്തിക്കും ദിവ്യകാരുണ്യത്തിന്റെ കുരിശിലെ ബലിയുടെ അനന്തശക്തി പ്രകടമാകുന്നതിനും ജപമാലയുടെ ശക്തി അനേകരിലേക്ക് എത്തിക്കുന്നതിനും ഇടയാകട്ടെ. എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം മക്കളെ. ഞാൻ പറഞ്ഞില്ലേ, മോണിക്ക പ്രാർത്ഥന അവസാനിക്കുന്നില്ല. മാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത മാസം നവംബർ മാസമാണ്. കുടുംബവൃക്ഷ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനാണ് സന്ദേശം കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരോട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടി നവംബർ മാസം നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ കൂട്ടായ്മ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തില്, കർത്താവിന്റെ ബലിയുടെ ശക്തിയില് മുന്നോട്ട് പോകണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മൾ ഈ ശുശ്രൂഷ അനേകരിലേക്ക് പകർന്നു കൊടുക്കണം. ഈശോയെ, അങ്ങ് അത് അനേക കാര്യങ്ങൾക്ക് എത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാൽ കഴിയുന്ന വിധം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ പ്രാർത്ഥനയില് ഈ പ്രാർത്ഥനയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി. ഇവിടെ മക്കളെ ഒരിക്കൽ കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ മുതല് മക്കൾക്കായി മാതൃസ്ഥാനത്തിൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, മക്കളെ അനേക ആയിരങ്ങളിലേക്ക് ഈ ശുശ്രൂഷ എത്തിച്ചു കൊടുക്കണം. അതിശക്തമായ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി സ്വർഗം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണിത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇവിടെയൊക്കെ എത്തിക്കാമോ അവിടേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനേക മക്കളിലേക്ക് എത്തിക്കുവാൻ ഈ സബ്സ്ക്രിപ്ഷൻ സഹായിക്കും. യൂട്യൂബ് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും സബ്സ്ക്രിപ്ഷൻ കൂടി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ചെയ്യാം. നമുക്ക് അനേകരിലേക്ക് എത്തിക്കണം. കർത്താവിന്റെ മഹത്വത്തിന്റെ ശുശ്രൂഷ എല്ലാ മക്കളും വിടുതൽ പ്രാപിക്കാനും സൗഖ്യം പ്രാപിക്കാനും ഈശോയോട് അടുക്കാനും കൃപയിൽ വളരാനും ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാനൊക്കെ ഈ കാലഘട്ടത്തിൽ ഇടയാകണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വെച്ച് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.